ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ. നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? സുഖം തന്നെയല്ലേ? എല്ലാവരും സുഖമായിട്ട് സന്തോഷത്തോടെ ഇരിക്കുന്നെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് നമുക്ക് അസൽ കിളിമീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളിവിടെ കിളിമീൻ എന്നൊന്നും അല്ല പറയുക, അത് പറയുമ്പോ എന്തോ പോലെ തോന്നുന്നുണ്ടേ. കിളിമീൻ എന്നല്ല, പുതിയാപ്ലക്കോര എന്നാ പറയാ. അപ്പൊ അതുകൊണ്ട് പുതിയാപ്ലക്കോര കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ഒന്ന് വറക്കണം. എല്ലാം ക്ലീൻ ചെയ്ത് ഉപ്പിട്ട് കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതെടുത്ത് ഇതാ വറക്കുകയാണ്. ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇനി കറി വെക്കാനുണ്ട്. അപ്പോൾ ഞാൻ കറി വെക്കുന്നത് നാളികേരം അരച്ച് ചേർത്തിട്ട് തന്നെ കറി വെക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പുതിയാപ്ലക്കോര വറുത്ത് കഴിഞ്ഞ് ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി ടേസ്റ്റാണേ. അപ്പോൾ പുതിയാപ്ലക്കോര വറുക്കല് കഴിഞ്ഞു. അപ്പോഴാണ് എനിക്ക് തോന്നിയത് വീഡിയോ എടുക്കാനോന്ന്. അപ്പൊ കുറച്ച് സമയം അതുകൊണ്ടാണ് പെട്ടെന്ന് അത് വറക്കൽ കഴിഞ്ഞത്. പകുതി മുക്കാല് ഭാഗമായപ്പോഴാണ് എനിക്ക് വീഡിയോ എടുത്താലോ ഇതൊന്നും വീഡിയോ പിടിക്കാലോ എന്ന് വിചാരിച്ചത്. അപ്പോൾ വന്നപ്പോഴേക്കും അത് ആയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ അടുപ്പത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്തു, കറി വെക്കാനുള്ള തയ്യാറാക്കുകയാണ്. ഇപ്പൊ പുതിയാപ്ലക്കോര കറി വെക്കുകയാണ്. ഉപ്പും മുളകും അല്ല, സാധാരണ എല്ലാവരും വെക്കുന്നത് പോലെ തന്നെ. ഇപ്പൊ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പൊ മാങ്ങാത്തോലിലല്ല കേട്ടോ കറി വെച്ചത്, ഇന്ന് പിഴിഞ്ഞ് തന്നെ കറി വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ കറി അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നാളികേരം ചേർക്കുമ്പോൾ ഞങ്ങളിവിടെ പെരിഞ്ജീരകമാണ് ചേർക്കുക. നോൺ വെജ് ഉണ്ടാക്കുന്നതിലൊക്കെ പെരിഞ്ജീരകം, ചുവന്നുള്ളി, അങ്ങനെ നമ്മൾ വെജിറ്റബിൾ കറി വയ്ക്കുമ്പോഴൊക്കെ അതിൽ നല്ല ജീരകം ചേർക്കും. ജീരകത്തിൽ നല്ല ജീരകമാണ് ചേർക്കുക. ഇനിയിപ്പോ രാത്രിക്കലേക്ക് നമ്മള് രാഗിയുടെ എന്താ പറയുക, രാഗി വിരകിയത് അതുപോലെ ദോശ, പുട്ട് അങ്ങനെയുള്ളതൊക്കെയാണ് കഴിക്കാറ്. ഇപ്പൊ ചോറ് ഞാനിവിടെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വലിയ കുഴപ്പമില്ല കേട്ടോ, ചോറ് സ്കിപ്പ് ചെയ്യുന്നതാണ് നല്ലതെന്ന് എനിക്കും തോന്നി. അപ്പൊ രാഗിയുടെ ദോശ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ദോശ എങ്ങനെയെന്ന് വെച്ചാൽ ഉഴുന്ന് വെള്ളത്തിലിട്ട് കുതിർത്തിയത് നമ്മൾ അരിക്ക് പകരം എന്ത് ചെയ്യുന്നു, റാഗി ചേർത്ത് അരയ്ക്കുന്നു. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പൊ അതിനുള്ളതാണ് ഇപ്പൊ കലക്കി വെച്ചത്. പിന്നെ മറ്റേത് നമ്മളുടെ നെല്ലിക്ക ഉപ്പിലിട്ട് കണ്ടോ, അവിടെ സുന്ദരിയായിട്ടിരിക്കുന്നത് കണ്ടില്ലേ? അപ്പൊ അത് ഇടയ്ക്കൊക്കെ ഒന്ന് എടുത്ത് കഴിക്കും. അപ്പൊ നെല്ലിക്ക ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ആവശ്യമുണ്ടെങ്കിൽ അച്ചാറിടാനും ഒക്കെ ഇട്ട് എടുക്കാം കേട്ടോ. അപ്പുറത്ത് അടുപ്പിൽ നമ്മൾ കുടിക്കുന്ന വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. 13 ഇട്ട് തിളപ്പിക്കാന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മുടെ ദോശമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 4-5 എണ്ണം ഉണ്ടാക്കും ചേട്ടന്, എനിക്ക്. അങ്ങനെ രാത്രിയിൽ ചോറ് സ്കിപ്പ് ചെയ്യുന്നവർക്കുള്ളതാണ് ഈ ദോശ. അപ്പോൾ അത് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ മീൻകറി കൂട്ടി കഴിക്കാൻ ചോറ്, കുട്ടികളൊക്കെ പിന്നെ ചോറ് കഴിക്കേണ്ടവരല്ലേ, അവർ കഴിക്കട്ടെ. നമ്മൾ എന്നും രാത്രിയിലും ഉച്ചയ്ക്കൊക്കെ ചോറാവുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ലാന്ന് തോന്നി. അപ്പം അതുകൊണ്ട് അത് മാറ്റിയതാണ്. ഇനി ദോശ ഉണ്ടാക്കണം. ഇത് കഴിഞ്ഞാൽ ദോശ ഉണ്ടാക്കണം. വെള്ളം ആവാൻ കുറച്ച് കഴിയൂട്ടാ. അതിൽ ഞാൻ പൊടി ഇടുകയാണേ. തിളപ്പിച്ചാറിയ വെള്ളം തന്നെ കുടിക്കാറുള്ളൂ എല്ലാവരും. അതെപ്പോഴും ടേബിളിൽ അവിടെ സുലഭമായിട്ട് എപ്പോഴും നിറച്ച് വെക്കും. ഇനി കറി ആവട്ടെ, കറി തിളയ്ക്കുന്നുണ്ട്. നന്നായി ഒന്ന് തിളച്ച് വറ്റി വരുമ്പോൾ നമ്മളുടെ മീനിടണം. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഓക്കെ, ബൈ.